Hello guys, welcome back. Asus Zenfone 9 ഇപ്പോൾ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഡിവൈസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ്ലി ഈ ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 5.9 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ വളരെ കോമ്പാക്റ്റ് ഡിവൈസാണ്, അത്യാവശ്യം ചെറിയൊരു ഡിവൈസാണ്. സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ഡിസ്പ്ലേയിൽ. കൂടാതെ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു പഞ്ച് ഹോൾ കട്ടാണ് ഡിവൈസിൽ വരുന്നത്. അതുപോലെ തന്നെ ചെറിയ ബെസൽസൊക്കെ താഴെയും മേലെയും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 84.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ Zenfone 9 എന്ന ഡിവൈസിൽ വരുന്നുണ്ട്. സാംസങ് പാനലാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിരിക്കുന്നത്. 445 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റി ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. 1080x2400 പിക്സൽസ് ആണ് സ്ക്രീൻ റെസൊല്യൂഷൻ. 20:9 ആസ്പെക്ട് റേഷ്യോയിലാണ് സ്മാർട്ട് ഫോൺ വരുന്നത്. 1100 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്സും ഡിവൈസിൻ്റെ ഡിസ്പ്ലേയിൽ നൽകിയിട്ടുണ്ട്. HDR10+ൻ്റെ സപ്പോർട്ടും അവൈലബിൾ ആണ്. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് ഗോറില്ല ഗ്ലാസ് വിക്ടസ് ആണ് ഡിവൈസിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ പോളിമർ ബാക്ക് ഡിസൈനും അലൂമിനിയം ഫ്രെയിമുമാണ് കൊടുത്തിരിക്കുന്നത്. IP68 റേറ്റിംഗ് വരുന്നുണ്ട് ഈ ഒരു ഡിവൈസിൽ. അതുപോലെ തന്നെ 169 ഗ്രാംസ് ആണ് ഡിവൈസിൻ്റെ ബോഡി വെയ്റ്റ്. അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. ഇന്റേണൽ പെർഫോമൻസിലേക്ക് വരുമ്പോൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8+ ജനറേഷൻ 1 ചിപ്സെറ്റ് ആണ്. LPDDR5 റാം ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. Adreno 730 ആണ് GPU. Android 12 ബേസ് ചെയ്തുള്ള സോഫ്റ്റ്വെയർ ആണ് Zenfone 9 എന്ന ഡിവൈസിൽ. 3 വേരിയൻസിലാണ് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ബേസ് വേരിയന്റ് 8GB റാം ആൻഡ് 120GB സ്റ്റോറേജും 8GB റാം ആൻഡ് 256GB മിഡിൽ വേരിയന്റും ആൻഡ് ടോപ്പ് വേരിയന്റ് വരുന്നത് 16GB റാം ആൻഡ് 256GB വേരിയന്റുമാണ്. UFS 3.1 സ്റ്റോറേജ് ടൈപ്പും ഡിവൈസിന് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്തായാലും മൈക്രോ SD കാർഡ് സ്ലോട്ട് വരുന്നില്ല. ഇനി ക്യാമറ സെഗ്മെന്റ് നോക്കുമ്പോൾ ഡുവൽ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ. ക്യാമറ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോട്ടോയിൽ നിന്ന് കാണാം. പ്രൈമറി ആയിട്ട് 50 മെഗാ പിക്സലിൻ്റെ സെൻസറാണ് വരുന്നത്. f1.9 ആണ് അപ്പർച്ചർ. IMX766 എന്ന സെൻസറാണ് പ്രൈമറി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡറി ആയിട്ട് നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസ് ആണ്. 113 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ആണ് അതിൽ നമുക്ക് ലഭിക്കുന്നത്. 8K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഡിവൈസിൽ ഒരു 12 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. f2.5 അപ്പർച്ചർ. ഫ്രണ്ട് സൈഡിൽ നമുക്ക് 4K റെസൊല്യൂഷൻ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു പ്ലസ് പോയിന്റ് ആണ്. പിന്നെ ഈ ഒരു ഡിവൈസിൽ 3.5mm ഹെഡ്ഫോൺ ജാക്കും അവൈലബിൾ ആണ്. ഇനി ബാറ്ററി ചാർജിംഗ് സെക്ഷനിലേക്ക് വരുമ്പോൾ 4300 mAh ബാറ്ററിയാണ്. അതുപോലെ തന്നെ 30 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. Zenfone 9 എന്ന ഡിവൈസിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. ബ്ലാക്ക്, ബ്ലൂ, റെഡ് ആൻഡ് സിൽവർ എന്നിങ്ങനെ 4 കളർ വേരിയൻസിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഡിവൈസിൻ്റെ ക്യാമറയിൽ ഗിംബൽ സെറ്റപ്പ് വരുന്നുണ്ട്. അത്യാവശ്യം സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ബേസ് വേരിയൻ്റ് ഏകദേശം 800 യൂറോസ് ആണ് പ്രൈസ് വരുന്നത്. ഏകദേശം 65,000 രൂപക്കടുത്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെ ലോഞ്ചിങ്ങിനെ പറ്റിയോ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.